ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്ന ആളാണ്. ശ്രീ ഉമ്മൻചാണ്ടി യഥാർത്ഥത്തിൽ ആ സ്ത്രീയെ ചെയ്തത് ശരിയാണോ എന്ന് ചോദിച്ചാൽ നമുക്കാരും ശരിയാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അത് സത്യമല്ല. ഇതിന്റെ പ്രശ്നം എന്താ അറിയുമോ? സത്യമാണ് ഇതിന്റെ അടിസ്ഥാനം, ട്രൂത്ത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തത് ഒരു ഫാക്ട് ആണെന്നിരിക്കട്ടെ. രാഹുൽ മാങ്കൂട്ടത്തിൽ ആരെങ്കിലും പീഡിപ്പിച്ചു, ആ ഫാക്ടിന് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യണം, തീർച്ചയായും ജയിലിലിടണം, ശിക്ഷ കൊടുക്കണം. പക്ഷേ അത് തെളിയുന്നതിന് മുമ്പ് രാഹുൽ മാങ്കൂട്ടത്തിൽ കുറ്റക്കാരനാണെന്ന് പറയുന്നത് പ്രിസംപ്ഷൻ ഓഫ് ഇന്നസെൻസ് എന്ന കാര്യത്തിന്റെ ലംഘനമാണ്. നമസ്കാരം. അങ്ങനെ രാത്രിക്ക് രാത്രി രാഹുൽ മാങ്കൂട്ടത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയാണ്. മൂന്നാമതായിട്ടുണ്ടായിട്ടുള്ള ലൈംഗികാരോപണ പരാതി, അതുമായി ബന്ധപ്പെട്ടിട്ടാണ് അറസ്റ്റ് ഉണ്ടായിട്ടുള്ളത് എന്നൊക്കെയാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. ശക്തമായിട്ടുള്ള തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ഒരു അറസ്റ്റ് എന്ന തരത്തിലാണ് രാവിലെ മുതൽ വാർത്തകൾ വരുന്നത്. എന്തായാലും ഈ വാർത്ത പുറത്തു വരുമ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഏറ്റവും കൂടുതൽ അഭിപ്രായം പറയാൻ അനുയോജ്യനായിട്ടുള്ള ഒരാൾ രാഹുൽ ഈശ്വർ തന്നെയാണ്. നമുക്കറിയാം 16 ദിവസത്തോളം രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം നടത്തിയതിന്റെ പേരിൽ ജയിലിൽ കിടന്ന ഒരാളാണ്. എന്ത് തോന്നുന്നു ഈ കേസിന്റെ അപ്ഡേഷനൊക്കെ കേൾക്കുമ്പോൾ? ബഹുമാനപ്പെട്ട കോടതിയുടെ പ്രാഥമിക നിരീക്ഷണങ്ങൾ വരുന്നത് വരെയെങ്കിലും നമുക്ക് ക്ഷമ കാണിക്കണമെന്നാണ് എന്റെ അഭിപ്രായം. എന്തുകൊണ്ടാണ്? കഴിഞ്ഞ 2 കേസുകളിലും ബഹുമാനപ്പെട്ട കോടതി ഈ പരാതികളെ കുറിച്ച് സംശയം പ്രകടിപ്പിച്ചു. ഉദാഹരണം, 2ാമത്തെ കേസിൽ ഈ പരാതി നിലനിൽക്കുമോ എന്ന് കോടതി സംശയം പ്രകടിപ്പിച്ചു. ആദ്യത്തെ കേസിൽ ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ അവസരത്തിൽ റേപ്പ് കുറ്റം നിലനിൽക്കില്ല എന്ന് കോടതി പറയുകയും ചെയ്തു. അപ്പോ ഇത് 3ാമത്തെ പരാതിയാണെന്ന് പറയാൻ കഴിയുമെന്ന് അറിയില്ല. ഇത് 1ാമത്തെ പരാതിയായിട്ട് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. അതായത് ബാക്കി 2 കേസുകളിലും അത് നിലനിൽക്കില്ലെന്നാണ് ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞത്. ആ വസ്തുത നമ്മൾ മറക്കരുത്. ഇനി നാളെ രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റുകാരനാണെന്ന് കോടതി കണ്ടെത്തിയാലോ അല്ലെങ്കിൽ തെറ്റുകാരനാണെന്നുള്ള പ്രാഥമിക നിരീക്ഷണങ്ങൾ എന്നാലും നമുക്ക് തള്ളി പറയാം. അതിനെന്താ ബുദ്ധിമുട്ട്? പക്ഷേ അതുവരെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ കരിവാരി തേക്കരുത്, അല്ലെങ്കിൽ അടച്ചിട്ട് ആക്ഷേപിക്കരുത്. കാരണം രാഹുലിന്റെ വീട്ടിൽ ഒരു അമ്മയും സഹോദരിയും ഭാര്യയും, അല്ലെങ്കിൽ ഭാര്യയല്ല, കുട്ടികളും അവരുടെ കുട്ടികളും അല്ലെങ്കിൽ അവരുടെ എക്സ്റ്റെൻഡഡ് ഫാമിലി ഉണ്ട്. അപ്പൊ അതിനോട് നമ്മളൊരു മാന്യതയും മര്യാദയും കാണിക്കണം. ആ മാന്യതയും മര്യാദയും ഇല്ലാതെ കടന്നാക്രമിക്കുന്നത് ശരിയല്ല. ഇതൊരു രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു പകപോക്കലായിട്ട് തോന്നുന്നുണ്ടോ? അങ്ങനെ തോന്നാൻ സാധ്യത ഉള്ളതെന്ന് പറഞ്ഞാൽ, കാരണം 2 വിഷയങ്ങളാണ് ഇപ്പം കേരളത്തിൽ ഏറ്റവും കത്തി നിൽക്കുന്നത്. ഒന്ന് ശബരിമല സ്വർണ്ണക്കൊള്ളയാണ്, 2 സ്ത്രീ വിഷയത്തിലെ കാര്യമാണ്. ആ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്നതോടുകൂടി ചില ആരോപണങ്ങളുടെ മൊനയൊടിക്കാൻ ചില ആൾക്കാർക്ക് കഴിയും. രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം ഫ്ലെയർ അപ്പ് ചെയ്യുന്നതോടുകൂടി അതിൽ ചില ഗുണങ്ങൾ ഉണ്ടാക്കാനും ചില ആൾക്കാർക്ക് കഴിയും. അപ്പൊ രാഷ്ട്രീയപരമായാണോ എന്ന് സംശയിച്ചാൽ അവരെ കുറ്റം പറയാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. അപ്പൊ അതുകൊണ്ട് ഇത്തരം വിഷയങ്ങൾ സത്യത്തിന്റെ ഭാഗത്ത് നിൽക്കണം. അവളോടൊപ്പമോ അവനോടൊപ്പമോ അല്ല, സത്യത്തോടൊപ്പമാണ് നിൽക്കേണ്ടത്. അവനൊപ്പമാണ് സത്യമെങ്കിൽ അവനൊപ്പം, അവൾക്കൊപ്പമാണ് സത്യമെങ്കിൽ അവൾക്കൊപ്പം. സത്യമാണ് പ്രധാനം, അവനോ അവളോ അല്ല. ഈ രാഹുൽ ഈശ്വറിന്റെ പ്രതികരണം പോലെ തന്നെ റിനിയുടെ ഒരു പ്രതികരണവും കാണാനിടയായി. അപ്പൊ അവര് പറയുന്നത് പ്രകാരം തുടക്കം മുതൽ തന്നെ ഞങ്ങൾ പറഞ്ഞത് എന്താണ്, അതാണ് ഇപ്പോൾ യാഥാർത്ഥ്യമായിട്ടുള്ളത്. അതായത് ആദ്യം പരാതി കൊടുത്തിട്ടുള്ള യുവതിക്ക് ഒരു നീതി കിട്ടിയിട്ടില്ല, പക്ഷെ ഇപ്പോൾ നീതി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഒരു തെളിവായിട്ടാണ് ഇപ്പോൾ ഈ പരാതിക്ക് വേണ്ടി ഒരു അതെങ്ങനെയാണ്? ആദ്യം പരാതി കൊടുത്ത വ്യക്തിക്ക് വേറെ ആളുടെ പരാതി കൊടുത്താൽ എങ്ങനെയാ നീതി കിട്ടുന്നത്? ആദ്യം പരാതി കൊടുത്ത വ്യക്തിയുടെ കേസിൽ ആരോപണം, പീഡനാരോപണം നിലനിൽക്കില്ല, ലഭ്യമായ വിവരങ്ങളുടെ അവസരത്തിൽ ഈ അവസരത്തിൽ നിന്ന് കോടതി പറയുകയുണ്ടായി. അത് ഇപ്പൊ നമ്മൾ എന്താ അതിന്ന് മനസ്സിലാക്കേണ്ടത്? 2ാമത്തെ പരാതിയിൽ കോടതി സംശയം പ്രകടിപ്പിച്ചു. ഇത്തരം കാര്യങ്ങളൊക്കെ കൊണ്ട് നേരെ തിരിച്ചല്ലേ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിരന്തരം പരാതികൾ വരുമ്പോൾ പൊതുസമൂഹം എന്തിനാണ് ഇയാളെ വേട്ടയാടുന്നു എന്നല്ലേ പലപ്പോഴും ചോദിക്കുക. പക്ഷെ നമ്മളത് പറയേണ്ട കാര്യമില്ല. കാരണം കോടതി പറയട്ടെ. കോടതി ഇതുണ്ടെന്ന് പറഞ്ഞാൽ കൊണ്ടെന്ന് അനുമാനിക്കാം, ഇല്ലെന്ന് പറഞ്ഞാൽ ഇല്ലെന്ന് അനുമാനിക്കാം. അങ്ങനെയല്ലേ ഈ വിഷയത്തിൽ നമുക്കൊരു ബാലൻസ് കണ്ടെത്താൻ കഴിയുക. ഇതിലിപ്പോ ഇത്രയും കാലം ഉണ്ടായിട്ടുള്ള വാദപ്രതിവാദങ്ങളൊക്കെ തെറ്റായിരുന്നു എന്നാണ് റിനിയുടെ ഒരു പ്രതികരണം കാണുമ്പോൾ മനസ്സിലാകുന്നത്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തത് ആദ്യ പരാതി അത് യഥാർത്ഥത്തിലുള്ളതാണ്. അതായത് ഒരു കുഞ്ഞിന്റെ മുഖം കാണാൻ കൊതിച്ച ഒരമ്മ, ആ ഒരു അമ്മയുടെ അവകാശത്തെയാണ് രാഹുൽ മാങ്കൂട്ടം ഇങ്ങനെ നിഷേധിച്ചു കളഞ്ഞത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് റിനി പ്രതികരിക്കുന്നത്. അപ്പോൾ അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാഷ്ട്രീയ ഭാവി തകർക്കാനായിരുന്നു ലക്ഷ്യം എന്നാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇപ്പൊ ഇങ്ങനെ ഒരു പരാതി വരേണ്ട കാര്യമില്ലല്ലോ. കാരണം വെച്ചാൽ രാഷ്ട്രീയപരമായിട്ട് കോൺഗ്രസ് പോലും പുറത്താക്കിയ ഒരാൾ ആണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അപ്പോ രാഷ്ട്രീയമല്ല ഇവിടെ ലക്ഷ്യം. ഇവിടെ ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കി ഈ പറയുന്നത് പോലെ രാഹുൽ മാങ്കൂട്ടത്തിലും ആ പെൺകുട്ടിയും തമ്മിൽ പരസ്പരം സമ്മതത്തോടുള്ള ലൈംഗിക ബന്ധമായിരുന്നു എന്നതൊക്കെയാണല്ലോ തുടക്കം മുതൽ പറഞ്ഞിട്ടുള്ള ഒരു അഭിപ്രായം. പക്ഷെ ഇപ്പോ ഇങ്ങനെ ഓരോ പരാതികളും വരുമ്പോൾ അത് പരസ്പരം സമ്മതം എന്നതിനേക്കാൾ ഉപരി രാഹുൽ മാങ്കൂട്ടത്തിൽ പലരെയും ചൂഷണം ചെയ്യുകയായിരുന്നു എന്ന തരത്തിൽ. ചൂഷണമാണെന്ന് പറയണമെങ്കിൽ ബഹുമാനപ്പെട്ട കോടതിക്ക് അങ്ങനെ ഒരു ഒബ്സർവേഷൻ വേണം. ആദ്യത്തെ കേസിൽ ഉഭയകക്ഷി സമ്മത പ്രകാരമാണെന്നാണ് രാഹുലിന്റെ വാദം. തിരിച്ച് പരാതിക്കാരിയായ പെൺകുട്ടി പറയുന്നത് അങ്ങനെയല്ലെന്നാണ്.
കോടതി തൽക്കാലം എത്തിയിരിക്കുന്ന ഒരു പക്ഷേ ഇന്റർവ്യൂ ആയിട്ടുള്ള ഇതിലായിരിക്കാം ആ വിധിന്യായത്തിൽ ഇത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യം നിഷേധിച്ചുകൊണ്ടുള്ള വിധിന്യായത്തിൽ പറയുന്ന കാര്യമാണ്. അപ്പൊ അതിൻ്റെതായ ഗൗരവം കാണും. ഈ അവസരത്തിൽ പീഡനാരോപണം നിലനിൽക്കില്ലാണ്. രണ്ടാമത്തെ പരാതിയിൽ തന്നെ കോടതി സംശയം പ്രകടിപ്പിച്ചു. മൂന്നാമത്തെ പരാതി വരട്ടെ. അതിന്റെ മെറിറ്റിൽ ആത്യന്തികമായ വിധിയൊന്നും വരണ്ട. പ്രാഥമികമായെങ്കിലും കോടതികൾ നിരീക്ഷണങ്ങൾ നടത്താതെ നമുക്ക് എങ്ങനെയാണ് ഈ വിഷയത്തിൽ ഒരു കൺക്ലൂഷനിൽ എത്താൻ കഴിയുക? നിലവില് പോലീസൊക്കെ പറയുന്നത് കൃത്യമായിട്ടുള്ള തെളിവുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു പോലീസ് കഴിഞ്ഞ പ്രാവശ്യം ഇതല്ലേ പറഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യം പോലീസ് കൃത്യമായി തെളിവുണ്ടെന്നല്ലേ പറഞ്ഞു. പോലീസ് ആ പരാതിക്കാരുടെ ഭാഗത്ത് നിൽക്കുകയാണ്. അത് യാതൊരു തെറ്റുമില്ല. കാരണം പരാതിക്കാരിയുടെ പോലീസുകാരി ഇര, പരാതിക്കാരി അതിജീവിത, അവിടെയൊക്കെ ഭാഗത്ത് നിൽക്കുന്നത് തന്നെയാണ് പോലീസ് ചെയ്യേണ്ടത്. പക്ഷെ അവര് പറയുന്ന ക്ലെയിമുകൾ, വാദങ്ങൾ, അവർ ഉന്നയിക്കുന്ന കാര്യങ്ങൾ ശരിയാണോ എന്ന് ചോദിച്ചുകൊണ്ട് മാത്രമല്ലേ നമുക്ക് തെളിയിക്കാൻ കഴിയും. അതുകൊണ്ട് 2-3 ദിവസം നമ്മൾ ക്ഷമിക്കുക. കോടതിയുടെ ഒരു ഇനീഷ്യൽ ഇംപ്രഷനും മറ്റും നമുക്ക് വരാൻ കഴിയും. അപ്പോൾ എന്താണ് ഇതിന്റെ കാര്യം നമുക്ക് നോക്കാം. ഇങ്ങനെ ഒരു അറസ്റ്റ് പ്രതീക്ഷിച്ചിരുന്നോ? ഇല്ല, അറസ്റ്റ് പ്രതീക്ഷിച്ചിരുന്നില്ല. കാര്യം അത് ആ പ്രതീക്ഷിക്കാത്ത രീതിയിൽ അറസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇതൊരു മീഡിയ സ്പെക്ടാക്കിളിന് വേണ്ടിയാണോ, അല്ലെങ്കിൽ വാർത്തകൾക്ക് വേണ്ടിയാണോ, ആ വാർത്തകളിലൂടെ ഒരു ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണോ? പ്രത്യേകിച്ച് ഇലക്ഷന്റെ സമയം വരികയാണ്. അടുത്തൊരു 100 ദിവസത്തിനുള്ളിൽ ഇലക്ഷന്റെ വിജ്ഞാപനം അടക്കമുള്ള കാര്യങ്ങൾ ഇറങ്ങും. അതിനുവേണ്ടി ചെയ്യുന്നതാണോ ഈ ശബരിമല തന്ത്രിയുടെ അറസ്റ്റും രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റും എന്നൊക്കെ സാധാരണ രീതിയിൽ തോന്നിപ്പോകും. കാര്യം ശബരിമല തന്ത്രി അറസ്റ്റ് ചെയ്യുന്ന ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ദേവനോട് അനുമതി ചോദിച്ചില്ല എന്നുള്ളതാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യുന്ന പറഞ്ഞാൽ ഭയങ്കര കഠിനമായ പരാതി ഉണ്ടെന്ന് പറയും. സത്യമാണോ എന്നറിയില്ല. നമുക്കത് വെയിറ്റ് ചെയ്യാം. നാളെ ഇത് തിരിച്ച് CPM-കാരോടും ചെയ്യണമെന്നല്ല, BJP-യോടും ചെയ്യണമെന്നല്ല, കോൺഗ്രസിനോടും ചെയ്യണമെന്നല്ല, അനീതി ആരോടും ചെയ്യരുത് എന്നുള്ളതാണ് നമ്മൾ പറയേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ തന്നെ എത്രയോ ദിവസമായി പറയുകയാണ്, ശങ്കർദാസ് എന്ന് പറയുന്ന വയ്യാതെ കിടക്കുന്ന മനുഷ്യനെ ഒരു കാരണവശാലും അറസ്റ്റ് ചെയ്യരുത്. എന്തുകൊണ്ടാണ്? 83 വയസ്സായ സ്ട്രോക്ക് വന്നൊരു മനുഷ്യനെ അറസ്റ്റ് ചെയ്തത്. ആത്യന്തികമായ കോടതി അദ്ദേഹം തെറ്റുകാരനാണെന്ന് പറഞ്ഞു വന്നിരിക്കട്ടെ, അപ്പൊ അറസ്റ്റ് ചെയ്യാം. ഈ അവസരത്തിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ബുദ്ധിമുട്ടിക്കരുതെന്ന് പറയുന്നത് മനുഷ്യത്വം ഉള്ളതുകൊണ്ടാണ്, അല്ലെങ്കിൽ അടിസ്ഥാനപരമായ നന്മ ഉള്ളതുകൊണ്ടാണ്. കേസുകള് പ്രിവിലേജ് ആവാനുള്ള സാധ്യത നമുക്ക് ഇപ്പോൾ എന്ത് തെളിവാണ് യഥാർത്ഥത്തിലുള്ളത്? അദ്ദേഹം തെറ്റോ മറ്റോ ചെയ്തോന്ന്. അപ്പൊ അവിടെയാണെങ്കിൽ ഒരു പ്രിവിലേജും കൊടുക്കണ്ട. ആത്യന്തികമായ ട്രയലിന്റെ ഭാഗമായി അദ്ദേഹം തെറ്റുകാരനാണെന്ന് തെളിഞ്ഞ് അറസ്റ്റ് ചെയ്തോട്ടെ. ഇല്ലെങ്കിൽ ജീവിതത്തിന്റെ ത്രിസന്ധിയിൽ എത്തി നിൽക്കുന്ന 83 വയസ്സുകാരനായ ഒരു മനുഷ്യനെ വേട്ടയാടുന്നതിൽ എന്താ അർത്ഥം? ചില ആൾക്കാർ, BJP-യിലെ ചില സുഹൃത്തുക്കൾ വിളിച്ചു പറഞ്ഞു, രാഹുൽ ഈശ്വർ അങ്ങനെ പറയരുത്, കാരണം ശബരിമല യുവതികളെ കയറ്റാൻ ഇദ്ദേഹത്തിന്റെ മകൻ ശ്രീ ഹരിശങ്കറാണ് ശ്രമിച്ചത്. ഞാൻ പറഞ്ഞു, ആണെങ്കിലും അല്ലെങ്കിലും ഒരു പ്രശ്നമല്ല. ശരിയാണോ എന്ന് എനിക്കറിയില്ല. ആണെങ്കിലും അല്ലെങ്കിലും ഒരു പ്രശ്നമില്ല. 7 വർഷം അല്ലെങ്കിൽ 8 വർഷം മുമ്പ് നടന്നൊരു കാര്യം അദ്ദേഹത്തിന്റെ മകൻ ചെയ്തു എന്ന് പറഞ്ഞ അച്ഛനെ വേട്ടയാടുന്നതിൽ എന്തർത്ഥമാണ്? പ്രതികാരമല്ല നീതി, പ്രതികാരം ആവരുത് നീതി, പകരം നന്മയാണ്, നീതിയാണ്. അതിനൊരു സെൻസ് ഓഫ് ബാലൻസ് ഉണ്ട്, ഒരു സന്തുലനമുണ്ട്. ആ സന്തുലനത്തെ നമുക്ക് ഒരിക്കലും മറികടക്കാൻ പാടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് കോടതി തെറ്റുകാരനാണെന്ന് പറയുകയാണെങ്കിൽ പ്രഥമ ദൃഷ്ടിയായെങ്കിലും നമുക്ക് തള്ളി പറയാം. ഇപ്പം ശ്രീ ദിലീപിന്റെ കാര്യം ആലോചിച്ച് നോക്കൂ. വർഷങ്ങളോളം പോരാടി കോടതിയിൽ നിന്ന് നിരപരാധിയാണെന്ന് ശ്രീ ദിലീപ് തെളിയിച്ചു. ഇപ്പോഴും അദ്ദേഹം മോശക്കാരനാണെന്നും ജഡ്ജി മോശക്കാരിയാണെന്നും പറയുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയാണ് പ്രോസിക്യൂഷൻ മൂവ് ചെയ്യുന്നത്. ഇതിനൊക്കെ എന്തർത്ഥമാണ് ഉള്ളത്? നമ്മൾ ഒരിക്കലും നിയമം വെച്ച് ഒരാളെ വേട്ടയാടരുത്. കാര്യം നാളെ വേറെ ആരെങ്കിലും അധികാരത്തിൽ വരും, അവർ നമ്മളെയും തിരിച്ചു ചെയ്യും, നമ്മുടെ മക്കളെയും തിരിച്ചു ചെയ്യും. നമ്മളിന്ന് വേറൊരാളുടെ മക്കളെ വേട്ടയാടിയിരിക്കട്ടെ, വേറൊരാളുടെ സഹോദരനെ വേട്ടയാടിയിരിക്കട്ടെ, ഭർത്താവിനെ വേട്ടയാടിയിരിക്കട്ടെ, എല്ലാ കാലത്തും ഏതെങ്കിലും പാർട്ടിക്കോ, കോൺഗ്രസിനോ CPM-നോ BJP-ക്കോ ആപ്പിനോ അധികാരം ഉണ്ടാവും. എല്ലാ കാലത്തും ഏതെങ്കിലും ഒരു പാർട്ടിയാണോ ഒരു രാജ്യം ഭരിക്കുന്നത്? വ്യത്യസ്ത പാർട്ടികളായിരിക്കില്ലേ? അപ്പം തിരിച്ച് ഇതേ പ്രതികാരം അവർ നമ്മളോടും ചെയ്യില്ലേ? ഈ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രതികാരം ചെയ്യുന്നതിലല്ല, പകരം എല്ലാവർക്കും നീതി, നമ്മളാൽ കഴിയുന്ന രീതിയിൽ നീതി മേടിച്ചു കൊടുക്കുന്നതാണ് നമുക്ക് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ മാപ്പ് പറയണമെന്ന് പറഞ്ഞിട്ടുള്ളതാണ് ശ്രീ മുകേഷ് MLA-യോട്. ശ്രീ മുകേഷിനെ ഗോവിന്ദച്ചാമിയായിട്ട് കമ്പയർ ചെയ്യും. എന്തർത്ഥത്തിലാണ്? ശ്രീ മുകേഷിന് കോടതി അനുകൂലമായി, CPM MLA ആണ്, കോടതി അനുകൂലമായി പോലും നിരീക്ഷണങ്ങൾ ശ്രീ മുകേഷിനുണ്ട്. ആ മുകേഷിനെ ഗോവിന്ദച്ചാമിയായിട്ട് കമ്പയർ ചെയ്യാൻ, ഗോവിന്ദച്ചാമി കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയ ഒരാളാണ്. രാഹുൽ ഒരു കാരണവശാലും അത് ചെയ്യാൻ പാടില്ല. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? അത് നിങ്ങൾ മീഡിയക്കാരുടെ ഫ്രണ്ടിൽ ഒരു ഗും കിട്ടാൻ വേണ്ടി പറയുന്നതാണ്. മീഡിയക്കാരുടെ ഫ്രണ്ടിൽ ഒരു പഞ്ച് ഡയലോഗ് അടിക്കാൻ വേണ്ടി പറയുന്നതാണ്. എന്തർത്ഥം അതിനുള്ളത്? അപ്പൊ അറിയില്ല. നമുക്ക് ഈ കേസിലും കോടതിയുടെ വിധി വരാം. നമുക്കൊരു മിഡിൽ പാത്ത് ഉണ്ടാകണം, ഒരു സെൻസ് ഓഫ് ജസ്റ്റിസ് ആൻഡ് ബാലൻസ് ഉണ്ടാകണം. അതില്ലെങ്കിൽ നാളെ നമ്മളെല്ലാം, പ്രത്യേകിച്ച് ഞങ്ങൾ ആണുങ്ങളെല്ലാം ഇരകളാം. കാര്യം നമ്മുടെ മകൻ, നമ്മുടെ അച്ഛൻ, നമ്മുടെ സഹോദരൻ, നമ്മൾ ജയിലിൽ നിന്ന് ഒരു വ്യാജ പരാതി അകലത്തിൽ മാത്രമാണ് എന്ന് നമ്മൾ തിരിച്ചറിയും. ഇതിലിപ്പോ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി സംസാരിക്കുമ്പോൾ പ്രധാനമായിട്ട് നമുക്ക് മനസ്സിലാവുന്നത് ഈ 16 ദിവസം തനിക്ക് എതിരെ ഉണ്ടായിട്ടുള്ള ഒരു ആക്ഷൻ, അതിൽ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടല്ലോ. അപ്പൊ അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊക്കെ വിലയിരുത്തിക്കൊണ്ടായിരിക്കും പക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു തെറ്റുകാരനല്ല എന്നുള്ളത് ഉള്ളിൽ തോന്നുന്നുണ്ടാവും. അല്ലെങ്കിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാപ്പ് പറയാം, അല്ലെങ്കിൽ തിരുത്തി പറയാം എന്നുള്ളതായിരിക്കും. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതികൾ ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ സമാനമായിട്ട് വന്നുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോ പുള്ളിയുടെ രാഷ്ട്രീയപരമായിട്ടുള്ള ആ ഒരു സ്ഥാനത്തിന് ദുരുപയോഗം ചെയ്തു എന്നുള്ളത് തന്നെയല്ലേ ഇവിടെ? അല്ല, അവിടെയാണ് നമ്മൾ അതിൽ നോക്കേണ്ടത്. ഈ ആദ്യം പറഞ്ഞ 2 പേരുടെ കാര്യത്തിൽ പരാതികൾ നിലനിൽക്കൂ.
അപ്പൊ രാഷ്ട്രീയപരമായ കാര്യം ദുരുപയോഗം ചെയ്യുമെന്ന് പറയാൻ പറ്റുമോ? രണ്ടാമത്തെ പരാതിയിൽ യഥാർത്ഥത്തിൽ ഉണ്ട് എന്ന് നമുക്ക് പറയാൻ തന്നെ പറ്റുമോ? ഇല്ല. ആദ്യത്തെ പരാതിയുടെ കാര്യത്തിൽ ബന്ധം ഉണ്ടായിരുന്നു എന്നുള്ള സത്യമാണ്. ഇനി മൂന്നാമത്തെ പരാതിയുടെ ഡീറ്റെയിൽസ് എന്താണെന്ന് അറിഞ്ഞല്ലേ ഉള്ളൂ. പെട്ടെന്ന് നമുക്ക് കമ്പയർ ചെയ്യാം. ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്ന ആളാണ്. ശ്രീ ഉമ്മൻചാണ്ടി യഥാർത്ഥത്തിൽ ആ സ്ത്രീയെ ചെയ്തത് ശരിയാണോ എന്ന് ചോദിച്ചാൽ നമുക്കാരും ശരിയാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അത് സത്യമല്ല. ഇതിന്റെ പ്രശ്നം എന്താ അറിയുമോ? സത്യമാണ് ഇതിന്റെ അടിസ്ഥാനം, ട്രൂത്ത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തത് ഒരു ഫാക്ട് ആണെന്നിരിക്കട്ടെ. രാഹുൽ മാങ്കൂട്ടത്തിൽ ആരെങ്കിലും പീഡിപ്പിച്ചു, ആ ഫാക്ടിന് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യണം, തീർച്ചയായും ജയിലിലിടണം, ശിക്ഷ കൊടുക്കണം. പക്ഷേ അത് തെളിയുന്നതിന് മുമ്പ് രാഹുൽ മാങ്കൂട്ടത്തിൽ കുറ്റക്കാരനാണെന്ന് പറയുന്നത് പ്രിസംഷൻ ഓഫ് ഇന്നസെൻസ് എന്ന കാര്യത്തിന്റെ ലംഘനമാണ്. 1000 അപരാധികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടരുത് എന്ന് പറയുന്നത് നമ്മുടെ നിയമത്തിന്റെ അടിസ്ഥാന ആസ്പെക്ടിന്റെ ലംഘനമാണ്. ആ അടിസ്ഥാന ആസ്പെക്ട് ലംഘിക്കരുത്. കാര്യം നമ്മളെല്ലാം നാളെ റിസ്കിലാണ്. നാളെ ഇപ്പം വേറെ ഏതെങ്കിലും ഒരു പാർട്ടി വരും, അല്ലെങ്കിൽ മറ്റേതെങ്കിലും, ഇപ്പം ഉദാഹരണം കന്യാസ്ത്രീമാരുടെ കാര്യം അറിയാവുന്ന കാര്യം കൊണ്ട് എടുത്ത് പറയുകയാണ്. കന്യാസ്ത്രീമാരുടെ കാര്യത്തിൽ എന്താ? നിർബന്ധിത മതപരിവർത്തനം നടത്തി. രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ എന്താ? നിർബന്ധിത ഗർഭചിത്രം നടത്തി. എന്ത് കാര്യവും നിർബന്ധിതം എന്നൊരു വാക്ക് എഴുതി വെച്ചാൽ അതിനെ കുറ്റവൽക്കരിക്കാം, അല്ലെങ്കിൽ കുറ്റക്കാരനാണെന്ന് പറയാം. എന്തിന്റെയും കൂടെ ഒരു ഗൂഢാലോചന നടന്നു എന്ന് പറഞ്ഞാൽ കുറ്റമാണെന്ന് പറയാം. അതിൽ എന്തർത്ഥമുള്ളത്? അത് വേണമെങ്കിൽ തിരിച്ചു പറയാം. ഇപ്പൊ എനിക്ക് വേണമെങ്കിൽ ഒരു പഞ്ച് ഡയലോഗിന് തന്ത്രിയെ കുടുക്കിയത് പിണറായിയുടെ ഗൂഢാലോചനയാണെന്ന് പറയാം. അങ്ങനെ പറയാത്തതിന്റെ കാര്യം എന്താ അറിയാമോ? ഒരു ആരോപണത്തിന്റെ മറുപടി മറ്റൊരു ദുരാരോപണമല്ല. ഗൂഢാലോചന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ഈസി ആയ ഒരു സിദ്ധാന്തമാണ്. അതിനെയാണ് കോൺസ്പിറസി തിയറീസ് എന്ന് പറയുന്നത്. തിരിച്ചതേപോലെ ഗൂഢാലോചന എന്ന് പറഞ്ഞാൽ പോലെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള പരാതിക്ക് മുന്നിൽ ഒരു വലിയ ഗൂഢാലോചന കിട്ടും എന്ന് പറഞ്ഞാൽ പോലെ. അങ്ങനെ പറയാത്തതിന്റെ റീസൺ, നമ്മൾ കള്ളത്തെ സത്യം കൊണ്ടാണ് എതിർക്കേണ്ടത്, തെറ്റിനെ ശരി കൊണ്ടാണ് എതിർക്കേണ്ടത്, തിന്മയെ നന്മ കൊണ്ടാണ് എതിർക്കേണ്ടത്. നാളെ കോടതി പറയുകയാണ് അങ്ങനെയല്ല, ഈ കേസിൽ മെറിറ്റ് ഉണ്ട്, നമ്മൾ കേൾക്കും. താങ്കൾ ഇപ്പൊ പറഞ്ഞതുപോലെ ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്ന് പറയുമ്പോൾ ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പറയുന്ന പരാതിക്കാരിയെ അടക്കം സ്വാധീനിക്കുന്നുണ്ട് എന്നത് അടക്കം വിലയിരുത്തിയിട്ടാണല്ലോ ഇങ്ങനെ ഒരു അറസ്റ്റ് നടക്കുന്നത്. അതായത് പുള്ളി ഒരു തെറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ അങ്ങനെ ഒരു സ്വാധീനത്തിന്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അറസ്റ്റ് ചെയ്യുന്നത് പോലീസാണ്. പോലീസ് അറസ്റ്റ് ചെയ്യണമെന്ന് വേണ്ടെന്ന് തീരുമാനിക്കുന്ന ഹോം ഡിപ്പാർട്ട്മെന്റ് ആണ്, അല്ലെ? അറസ്റ്റ് ചെയ്യണമെന്ന് ആരാ തീരുമാനിക്കും? നമ്മുടെ നാട്ടിൽ സ്ഥിരം പറയുന്ന ഒരു കള്ളമാണ് പോലീസ് നിഷ്പക്ഷമായ ഒരു ഫോഴ്സ് ആണ്. അങ്ങനെ അല്ലല്ലോ. ലോകത്തെ എല്ലാ സ്ഥലത്തും ഹോം ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. നമ്മുടെ നാട്ടിൽ മുഖ്യമന്ത്രിയാണ്, വേറൊരു രാജ്യത്ത് ആ സ്ഥലത്തെ ആഭ്യന്തരമന്ത്രിയായിരിക്കും. ഈ ആഭ്യന്തരമന്ത്രിയുടെ കീഴിലുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് അല്ലേ ഹോം ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ ആ ഹോം ഡിപ്പാർട്ട്മെന്റ് ആഭ്യന്തര മന്ത്രാലയം അറിഞ്ഞും അല്ലെങ്കിൽ പ്രധാനപ്പെട്ട കേസുകൾ അറിയിച്ചും അവരുടെയും കൂടെ മനസ്സറിഞ്ഞല്ലേ ഒരു അറസ്റ്റ് ഉണ്ടാകുകയോ ഉണ്ടാകാതിരിക്കുകയോ ഒക്കെ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ തന്നെ വേണം കേട്ടോ. അല്ലെങ്കിൽ അങ്ങനെ തന്നെ ഒരു പൊളിറ്റിക്കൽ ഓവർസൈറ്റ് വേണം. അപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിനെ കൊടുക്കണമെന്ന് തീരുമാനിച്ചാൽ ഈസിയായി കൊടുക്കാൻ പറ്റും. അതിന്റെ പ്രശ്നം ആരെയും, രാഹുൽ മാങ്കൂട്ടത്തിനെ മാത്രമല്ല കേട്ടോ, ആരെ കൊടുക്കണമെന്ന് തീരുമാനിച്ചാലും കൊടുക്കാൻ പറ്റും. നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഒരു സെൻസ് ഓഫ് ജസ്റ്റിസ് ആൻഡ് സെൻസ് ഓഫ് ഫെയർനെസ് ആൻഡ് സെൻസ് ഓഫ് ബാലൻസ്. ഈ ഫെയർനെസ്സും ബാലൻസും കൊണ്ടുവരിക കോടതികളാണ്. അതുകൊണ്ടാണ് പോലീസ് പറയുന്നത് എല്ലാം ശരിയാണെന്ന് അസ്യൂം ചെയ്യാനാണെങ്കിൽ കോടതികളുടെ പ്രസക്തി ഇല്ലല്ലോ. അതുകൊണ്ട് കോടതികൾ പ്രസക്തി എന്ന് പറഞ്ഞാൽ രണ്ടുപേരുടെയും വാദം കേൾക്കുകയും അതിൽ സത്യം ഏതാണെന്ന് കോടതി പ്രഥമ ദൃഷ്ടിയായി തിരിച്ചറിയുകയും ആ ഒരു ട്രജക്ടറിയിലൂടെ കാര്യങ്ങൾ നയിക്കുകയാണ് ചെയ്യേണ്ടത്. കൂടി വന്ന 48 മണിക്കൂറിനകം രാഹുലിന്റെ ജാമ്യാപേക്ഷ പരീക്ഷിക്കുമ്പോൾ നമുക്കൊരു ഇനീഷ്യൽ ഫീൽ അറിയാം. കാത്തിരുന്ന് കാണും. അതുപോലെ തന്നെ രാവിലെ തന്നെ പ്രതികരണങ്ങളൊക്കെ കൊടുത്തു തുടങ്ങിയല്ലോ. അപ്പൊ അതിലൊരു പോക്സോ കേസ് വരാൻ സാധ്യതയുണ്ട് എന്ന തരത്തിൽ നാളെ കുറെ കൂടി ഈസിയാണ്. ഈ കേസിൽ രാഹുലിന് ജാമ്യം കിട്ടിയെന്നിരിക്കട്ടെ, കുറെ കൂടി ഈസി ഒരു വ്യാജ പോക്സോ കേസ് കൊണ്ടുവരുന്നതാണ്. കാര്യം അങ്ങനെയാണെങ്കിൽ ജാമ്യം കിട്ടാനേ സാധ്യതയില്ല. ഒരു വ്യാജ പോക്സോ കേസ് കൊണ്ടുവന്നിട്ട് ഈസി ആയിട്ട് കൊടുക്കാനാണെങ്കിൽ അങ്ങനെ എത്രയോ വ്യാജ പോക്സോ കേസുകൾ വന്നിട്ടുണ്ട്. ഒരുപാട് പേരെടുത്ത് പറയുന്ന ഉദാഹരണങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ട നടൻ ശ്രീ കുട്ടികൾ ജയേന്ദ്രൻ അടക്കം എത്രയോ പേരെ അങ്ങനെ കുടുക്കിയിട്ടുണ്ട്. ഒരു വ്യാജ കേസ് കൂടെ കൊടുത്താൽ പിന്നെ ജാമ്യം കിട്ടത്തേയില്ല. അത് അനീതിയല്ലേ? അത് ആരെയും കുടുക്കിക്കൂടെ? നാളെ ഞാനോ ഈ ക്യാമറ എടുക്കുന്ന വ്യക്തിയോ നമ്മുടെ പുറകിരിക്കുന്ന ആരോ ആരെയും കുടുക്കിക്കൂടെ? അങ്ങനെ ഇപ്പൊ നാളെ ഏതെങ്കിലും വേറെ ഭരണം വരില്ലേ, അല്ലെങ്കിൽ മറ്റൊരു സംസ്ഥാനത്ത് വേറെ ഭരണം ഉണ്ടാവില്ലേ? ഈസി അല്ലേ കൊടുക്കാൻ. അപ്പം പോക്സോ എന്ന് പറഞ്ഞാൽ പിന്നെ ജാമ്യം കിട്ടാനും ബുദ്ധിമുട്ട്, സ്കോപ്പും ഇല്ല. അഥവാ പോക്സോ കേസിൽപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ ഞാൻ പറയുകയാണ്, കോടതി നിരീക്ഷണം വരട്ടെ എന്ന് പറഞ്ഞാൽ കണ്ടോ നീയും ശിശുപീഡകനാണെന്ന് പറയുന്നതിൽ എന്തർത്ഥ? ഇവിടെയാണ് ദൈവത്തെ ഓർക്കുക. CPM ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും BJP ആണെങ്കിലും നാളെ നമ്മുടെ എല്ലാം, അല്ലെങ്കിൽ രാഷ്ട്രീയത്തിന് അതീതമായി നിൽക്കുന്ന ആൾക്കാരെല്ലാം ഒരു വ്യാജ പരാതി അകലത്തിൽ മാത്രമാണ്. അതുകൊണ്ട് വളരെ അവധാനതയോടുകൂടി സൂക്ഷ്മതയോടുകൂടി പോവുക. കാര്യം കള്ളക്കേസും കള്ളപ്പരാതിയും കൊണ്ട് ആരുടെയും ജീവിതം നശിപ്പിക്കാൻ പറ്റും. ഒരു കാര്യം കൂടെ ഓർക്കുക, അവർ യഥാർത്ഥത്തിൽ ഈ കേസിൽ നിന്ന് മുക്തരായി തിരിച്ചു വന്നു എന്നിരിക്കട്ടെ, പക്ഷെ ജീവിതകാലം മുഴുവൻ അവർക്ക് ഈ ചാപ്പയുണ്ടാവും. ഒരു ആയുഷ്കാലം, ഒരു ജന്മം നമ്മൾ നശിപ്പിക്കുകയാണ് അവരുടെ മക്കൾക്ക്, അവരുടെ കുടുംബത്തിന്. അപ്പൊ കുറെ കൂടെ സൂക്ഷ്മതയോടെയും ശ്രദ്ധയോടും കൂടി ചെയ്യണം. അതിജീവിത എന്ന് പറയുന്ന പദം നമ്മൾ ദുരുപയോഗം ചെയ്യരുത്. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ അതിജീവിത എന്ന് പറഞ്ഞാൽ ഒരു വിശുദ്ധമായ സേക്രഡ് പദമാണ്. സർവൈവർ, ഒരു കാര്യത്തെ അതിജീവിച്ച് വന്നവരാ. ആ അതിജീവിത എന്ന പദം ചില ആൾക്കാർ, അല്ലെങ്കിൽ മാധ്യമങ്ങൾ, അല്ലെങ്കിൽ പോലീസ് ദുരുപയോഗം ചെയ്യുമ്പോൾ ഒരുപാട് ഇപ്പുറത്തുള്ള അതിജീവിതന്മാരുണ്ടാകുക. അവരുടെ ജീവിതത്തിന് യാതൊരു സംരക്ഷണവും സുരക്ഷയും ഇല്ല. അങ്ങനെ തകർന്നുപോയ എത്രയോ ജീവിതങ്ങളുണ്ട്.
ആ തകർന്നു പോകരുതാത്ത എന്തുകൊണ്ടാണ് പറയുന്നത്? കുറെ കൂടെ സൂക്ഷ്മത വേണം. കോടതി വരികയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ തള്ളി പറയും. അവസാനമായിട്ട് ഒരൊറ്റ ചോദ്യം കൂടെ. ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന നിലയിൽ ഈ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ അറസ്റ്റ് ഇതൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാഷ്ട്രീയ ഭാവിയെ എങ്ങനെയാണ് അറിയില്ല. ജനങ്ങളുടെ സപ്പോർട്ട് വളരെയധികം രാഹുൽ മാങ്കൂട്ടത്തിലുണ്ട്. കാര്യം സാധാരണക്കാർക്ക് പലപ്പോഴും മനസ്സിലാകുന്നുണ്ട് രാഹുൽ വേട്ടയാടപ്പെടുകയാണ് എന്നുള്ളത്. പക്ഷേ പൊളിറ്റിക്കലി ഹയർ നിൽക്കുന്ന ആൾക്കാർക്ക് നിങ്ങൾ മാധ്യമങ്ങൾ അടക്കം ചെന്ന് ചോദിക്കുമ്പോൾ അത് ശക്തമായി പറയാൻ കഴിയില്ല. നമുക്ക് പലപ്പോഴും കാണുന്ന ഒരു കാര്യമാണ്. അവരുടെ ഉള്ളിൽ വേറൊന്നാണ്, പക്ഷേ അവർക്ക് രാഹുലിനെ പരസ്യമായി സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല. അപ്പം പാലക്കാട് തെരഞ്ഞെടുപ്പ് വളരെ പ്രധാനമാണ്. അവിടെ കോൺഗ്രസും BJPയും CPM ഒക്കെ വളരെ പ്രധാനമായിട്ട് മത്സരിക്കുകയാണ്. എന്താണ് രാഹുൽ ഫാക്ടർ എന്ന് അറിയില്ല. കോൺഗ്രസുകാരുടെ മനസ്സിൽ എന്താണെന്ന് അറിയില്ല. കോൺഗ്രസ് തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷേ കോൺഗ്രസിന്റെ ടോപ്പ് ലീഡർഷിപ്പ് VD സതീശൻജിക്കടക്കം രാഹുൽ മാങ്കൂട്ടത്തിനോട് അത്ര അനുകൂലമായ ഒരു സമീപനമല്ല. ഒരുപക്ഷെ സണ്ണി ജോസഫ് സാറിനും ശ്രീ ഷാഫിക്കും അടക്കം കുറച്ചുകൂടി ഒരു മൃദു സമീപനമാണ്. അങ്ങനെ വ്യത്യസ്ത സമീപനങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ കോടതി വിധി അതിനു മുമ്പ് വരിക, കോടതിയിൽ നിന്നൊരു ക്ലാരിറ്റി വാങ്ങുക, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിനു മുമ്പ് നമ്മൾ ആരെയും അധിക്ഷേപിക്കാനോ ആരെയും റേപ്പിസ്റ്റ് എന്ന് വിളിക്കാനോ മുതിരരുത്. കാര്യം അവരുടെ ജീവിതം, അവരുടെ അമ്മ, അവരുടെ കുടുംബം, അവരുടെ ഫാമിലി ഇതെല്ലാം കൂടി ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയും.